കഴിഞ്ഞ വീഡിയോയ്ക്ക് കിട്ടിയ ഒരു കമൻ്റാണിത്. ക്യാപ് കട്ട് ഫ്രീ ആണോ എന്നുള്ളത്. ക്യാപ് കട്ട് തുടക്കത്തിൽ ഒരുപാട് ട്രാൻസിഷൻസ് ഫ്രീ ആയിരുന്നു എങ്കിലും ഇപ്പോൾ ഒരുവിധമൊക്കെ പെയ്ഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ APK ഫയൽ യൂസ് ചെയ്യുക, കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ക്യാപ് കട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നത് അല്ല, നമുക്കതിന് VPN എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. ഇതിനു വേണ്ടി ഞാനൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു VPN ആണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ UAയിലാണുള്ളത്, അതുകൊണ്ട് എനിക്കിവിടെ VPN ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഞാൻ പ്രോട്ടോൺ ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഡൗട്ട് തീർന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ പലരും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ക്യാപ് കട്ട് അല്ല ഇൻഷോട്ട് ആണ് യൂസ് ചെയ്യൽ, ഇൻഷോട്ടിൽ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ കിട്ടുമോ എന്നുള്ളത്. ഇൻഷോട്ടിലും കിട്ടും, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഷോട്ടിലും പലതും പെയ്ഡാണ്. പെയ്ഡ് അല്ലാത്ത കുറച്ച് ട്രാൻസാക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. എല്ലാം സെയിം തന്നെയാണ്. ഈ ഒരു ഐഡിയ കിട്ടിയാൽ മാത്രം മതി തന്നെ ഉള്ളൂ. പിന്നെ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ ചെറിയൊരു മാറ്റം വന്നെങ്കിലുള്ളൂ. ഇതിനായി ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ന്യൂ കൊടുക്കുക. പിന്നെ എല്ലാവരും ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ് ഇൻഷോട്ടിൽ എങ്ങനെയാണ് വാട്ടർമാർക്ക് കളയുക എന്നത്. അത് വളരെ സിമ്പിളാണ്. ഈ ഇൻഷോട്ട് എന്നെഴുതിയിട്ടുള്ള ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഡ് വരും. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് പോകും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഷോർട്സ് ആണ് എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് 9:16 റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നത്. വീഡിയോയിലെ സൗണ്ട് ആവശ്യമില്ല എങ്കിൽ വോളിയം ക്ലിക്ക് ചെയ്തിട്ട് മ്യൂട്ട് ആൾ കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ക്യാപ് കട്ടിൽ ചെയ്ത അതുപോലെ തന്നെയാണ്. 2 വീഡിയോകൾക്കിടയിൽ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ട്രാൻസിഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റും. നമുക്ക് ഇഷ്ടമുള്ള അത്ര ട്രാൻസിഷൻ്റെ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഒരുവിധം എല്ലാ എഡിറ്റിംഗ് ആപ്പിലും. ചെയ്യേണ്ട രീതി അറിഞ്ഞാൽ മാത്രം മതി. അതുപോലെ എല്ലാവരും ചോദിച്ചിരുന്ന മറ്റൊരു ഡൗട്ടാണ് എങ്ങനെയാണ് 4Kയിൽ ഔട്ട് എടുക്കുന്നതെന്ന്. സംഗതി നിസ്സാരമാണ്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റെസൊല്യൂഷൻ 4K എന്നും ഫ്രെയിം റേറ്റ് 60 എന്നും കൊടുത്താൽ മതി. അപ്പോൾ ഇൻഷോട്ടിൽ ട്രാൻസിഷൻ കൊടുക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.